ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ മിക്ക ആളുകളും എയ്ഡഡ് സ്കൂളുകളിലോ ഗവൺമെൻറ് സ്കൂളുകളിലോ പഠിച്ചവരായിരിക്കും. എന്നാൽ ഇവരൊക്കെ ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന ടീച്ചർമാരാണ്. എന്നാൽ നമ്മൾ അറിയാത്ത കുറച്ച് ടീച്ചർമാരുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളിലെ ടീച്ചർമാർ, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ ടീച്ചർമാർ. അവരുടെ ശമ്പളത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളുടെ കാര്യമല്ല എന്നുള്ളത്. പക്ഷേ ഇത് നമ്മളുടെ കാര്യമാണ്. ഡിഗ്രിയും PGയും BEdും MEdും സെറ്റും നെറ്റും PhDയും കേറ്ററ്റൊക്കെ ഉള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രൈവറ്റ് കോളേജുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന CBSE സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ. അതിൽ പല ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് ചിലപ്പോൾ കാസ്റ്റിൻ്റെ ഇഷ്യൂ കാരണം അവരുടെ ഭാഗ്യക്കേട് കൊണ്ടൊക്കെ ഒരു PSC കിട്ടാത്ത ആളുകളായിരിക്കും. എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മാനേജ്മെൻറ്റ് പറയുന്ന പൈസ കൊടുത്താലാണ് പല എയ്ഡഡ് സ്കൂളുകളിലും, മോസ്റ്റ് ഓഫ് എയ്ഡഡ് സ്കൂളുകളിലും ടീച്ചേഴ്സിന് കയറാൻ പറ്റുള്ളൂ. അതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ടീച്ചർമാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ടീച്ചർമാരാണ് അവർ PSCക്ക് പഠിക്കും, PSC കിട്ടാതെയാവും. കുറേ നാൾ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സാഹചര്യത്തിൽ നമ്മൾ കുറേ നാളൊന്നും ഈ PSC എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല. കാരണം എല്ലാവരും അത്ര ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവണം എന്നില്ല. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിലോ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ അവരുടെ അഭയം തേടും. അങ്ങനെ ആ ഒരു ജോലിയും ഈ ഒരു PSC പഠനമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ ആ ജോലിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് പോയ ടീച്ചർമാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന ശമ്പളം ഈ 10,000 8,000 ഒക്കെയാണ്. എനിക്കറിയാം ഒരു ടീച്ചർ, ഒരു പ്രീ പ്രൈമറി ടീച്ചർ. ആ ടീച്ചർ ഏകദേശം 28 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ടീച്ചറാണ്. പക്ഷെ ആ ടീച്ചർക്ക് മാസം കിട്ടുന്ന ശമ്പളം 8,000 രൂപയാണ്. പക്ഷെ കിട്ടുന്നതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ഒരു സാലറിക്ക് വരുന്നത്. അതുപോലെ തന്നെ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ. ഈ സർക്കാരുകൾ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടി ചെയ്യുന്നു എന്നല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്തു എന്നത് ചോദിച്ചാൽ ചിലപ്പോൾ എന്നെപ്പോലെ പല ഫീൽഡുകളിലും വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. കാരണം പ്രൈവറ്റ് മേഖലകളിൽ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്ത ആളുകളുമായിട്ട് പരിചയമുള്ളത് കൊണ്ടും, പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്ത് പരിചയമുള്ളത് കൊണ്ടും, വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ അറിയാവുന്നത് കൊണ്ടൊക്കെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഗവൺമെൻറ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അവരുടെ വിദ്യാഭ്യാസവും പൊസിഷനും മാത്രമേ ഉള്ളൂ അവർക്ക് അതിന് തക്കതായ സാലറി ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഇനിയെങ്കിലും ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കണം. ഈ സ്കൂളുകളുടെ കാര്യവും അല്ലെങ്കിൽ കോളേജുകളുടെ കാര്യമൊക്കെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ കുട്ടികൾ വന്ന് ആ കുട്ടികൾ ഫീസ് അടച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ടീച്ചേഴ്സ് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സ്കൂളുകളും അല്ലെങ്കിൽ കോളേജുകളൊക്കെ ഹെൽപ്ലെസ് ആണ്. അവർക്ക് കിട്ടുന്ന ഒരു തുകയുടെ ഒരു ഭാഗം ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്, അത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൊണ്ട് അവർക്ക് തികയില്ല. കാരണം കുട്ടികൾ ഫീസ് അടച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ കുട്ടികൾ വന്ന് അഡ്മിഷൻ എടുത്താൽ മാത്രമേ ടീച്ചേഴ്സിന് കൊടുക്കാൻ കഴിയുള്ളൂ, ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ഇതിനു വേണ്ടി എന്ത് ഇനീഷ്യേറ്റീവ് എടുത്തു, ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലുള്ളത് 0 മാത്രം. കാരണം കൊണ്ടൊക്കെയാണ് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നാട്ടിൽ നിൽക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എത്ര എഡ്യൂക്കേറ്റഡ് ആയവനും ഇവിടെ അവർക്ക് വേണ്ട പരിഗണന ഒന്നും ഇവിടെ ലഭിക്കാറില്ല. അപ്പം ഇനി വരുന്ന സർക്കാരെങ്കിലും, ഇനി വരുന്ന അതോറിറ്റിയെങ്കിലും അത് മനസ്സിലാക്കണം. ഇവിടെ ജീവിച്ചു പോകാൻ, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഈ ഒരു നാട്ടിൽ ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ലക്ഷ്യം വെക്കുന്ന ഒരു PSC എക്സാമാണ്. ഒരു PSC കൊണ്ട് മാത്രം കിട്ടാവുന്നതാണോ? അതുകൊണ്ടാണ് ഈ PSC ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നത്. PSC മാത്രം പ്രതീക്ഷിച്ച് മാത്രം പഠിച്ചാൽ മതിയോ? PSC കൊണ്ട് മാത്രമാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് കിട്ടാതെ ആകുമ്പോഴാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത്. PSC കിട്ടും എന്ന് എത്ര ആളുകൾ ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ 1800 ആളുകളും പ്രതീക്ഷിക്കുന്നത് PSC ആണ്. കാരണം അവരൊരു ജോലിക്ക് കയറി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം ഈ പറയുന്ന 8,000 10,000 ഒക്കെയാണ്. അതുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമം വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മിനിമം വേതനം നടപ്പിലാക്കണം. ഗവൺമെൻറ് അവർക്കൊരു പെൻഷൻ സ്കീം കൊണ്ടുവരണം. 20,000 രൂപയിൽ താഴെ ശമ്പളം കിട്ടുന്ന ആളുകൾക്ക് ഗവൺമെൻറ് ഒരു പെൻഷൻ സ്കീം കൊണ്ടുവരാൻ, ഒരു മാസം 3,000 രൂപയെങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അതൊക്കെ അവർക്ക് വലിയൊരു ഉപകാരമാകും. മാസം ഒരു 3,000 രൂപയെങ്കിലും പെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള പെൻഷൻ സ്കീമുകൾ കൊണ്ടുവരണം. അത് ഗവൺമെൻറ് നടപ്പിലാക്കണം. അവരിൽ നിന്നും ഒരു 20,000 രൂപയിൽ സാലറി കൂടുതൽ കിട്ടുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ 3,000 രൂപ പെൻഷൻ ഗവൺമെൻറ് നിർത്തലാക്കാം. അതേപോലെ പുതിയ ഇനീഷ്യേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അത് നടപ്പിലാക്കണം. ഇതിനെക്കുറിച്ച് ചെറിയ വീഡിയോകളിലൊന്നും പറഞ്ഞാൽ മതിയാവില്ല. മാറ്റങ്ങൾ കൊണ്ടുവരണം. മാറ്റങ്ങൾ വരട്ടെ, പ്രതീക്ഷിക്കും.